ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമിക്സ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ 4th സെമസ്റ്ററിൻ്റെ റിവാല്യൂഷൻ റിസൾട്ട് കുറച്ച് മുമ്പ് വരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ മുമ്പ് തേർഡ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും അങ്ങനെ റിവാല്യൂഷൻ്റെ റിസൾട്ട് പലപ്പോഴും പല സമയത്തായിട്ട് വരാറുണ്ട്. അപ്പോൾ റിവാല്യൂഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് റിവാല്യൂഷൻ റിസൾട്ടിൽ ചേഞ്ച് വന്നാലും ചേഞ്ച് വന്നിട്ടില്ല എങ്കിലും ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് 6 മാസത്തിൻ്റെ ഉള്ളിൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അപേക്ഷിക്കണം. അപ്പോൾ അതൊന്നിരിക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോയിട്ട് അപേക്ഷിക്കാം. ഇങ്ങനെ റിവാല്യൂഷൻ റിസൾട്ട് വന്നു, അതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, അപ്പോൾ ആ ചേഞ്ച് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ മാറ്റിത്തരണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ലെറ്ററിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പേരൊക്കെ എഴുതിയിട്ടുള്ള ഒരു ലെറ്റർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒന്നിരിക്കെ നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പോസ്റ്റൽ വഴി പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു അപേക്ഷ 6 മാസത്തിൻ്റെ ഉള്ളിൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 550 രൂപ ഫൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ റിവാല്യൂഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഗ്രേഡ് ചേഞ്ച് ചെയ്താലും ചേഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അപേക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ആ കാര്യം മറക്കരുത്. 4th സെമ്മിൻ്റെ റിവാല്യൂഷൻ റിസൾട്ട് വന്ന കുട്ടികൾ തീർച്ചയായിട്ടും അതിപ്പോൾ തന്നെ ചെയ്യാം. അപ്പോൾ 6 മാസത്തിനുള്ളിൽ ചെയ്തിട്ടില്ല എങ്കിൽ 6 മാസം കഴിഞ്ഞാൽ 550 രൂപ ഫൈന് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, അറിയുന്ന സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.